ഹല്ലേലൂയ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആലോചനകൾ, പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്തേക്കുള്ള ആലോചനകൾ ദൈവമക്കളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തി ഇറങ്ങി വന്ന് റോഡിലുള്ള വലിയ ഒരു മാൻഹോൾ തുറക്കുന്നത് കണ്ടു. ആ മാൻഹോളിൽ നിന്ന് വലിപ്പമുള്ള തവള ഒരെണ്ണം പുറത്തേക്ക് വന്നു. ആ തവളയുടെ കണ്ണുകൾ വലിയ ഉരുണ്ട കണ്ണുകളായിരുന്നു. സ്തോത്രം. അതിങ്ങനെ വന്ന് വെളിയിലോട്ട് വന്നിരുന്നു. അത് വാ പൊളിച്ച സമയത്ത് അതിൻ്റെ വായിൽ നിന്ന് രാവി പോലെ ഒരു സ്പിരിറ്റ് പുറത്തേക്ക് വന്നു. അത് ദേശങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അത് നിമിത്തം ആവി വന്നിട്ട് മുട്ടുന്ന മനുഷ്യർക്ക്, സ്തോത്രം, അവരുടെ ഹിപ്പ് മുതൽ അല്ലെങ്കിൽ ഇടുപ്പ് മുതൽ താഴേക്ക് കാലുകൾ തളർന്നു പോകുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. പിന്നെ അവർ നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരുന്നു പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. ദൈവജനങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ തരത്തിലുള്ള നമ്മൾ കഴിഞ്ഞ നാളിൽ പറഞ്ഞു ഓർക്കുമല്ലോ, അനർത്ഥദൂതന്മാരുടെ ഒരു ഗണം. അപ്പോൾ അതിൽ ഓരോ പിശാചുക്കൾ അവരുടേതായ പദ്ധതികളും പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൈവജനം അതിൻ്റെ ഇടയിൽ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. അടുത്തതായി മഞ്ഞ നിറമുള്ള ഒരു ചിത്രശലഭം, ബട്ടർഫ്ലൈ, അതിങ്ങനെ പറക്കുന്ന കണ്ടു. നോക്കിയപ്പോൾ അതിൻ്റെ സാധാരണ ചിത്രശലഭത്തിൻ്റെ കണ്ണിൻ്റെ രണ്ട് സൈഡിലും ചെറിയ ഒരു കൊമ്പ് പോലെ ഉണ്ടല്ലോ. എന്നാൽ ഈ ബട്ടർഫ്ലൈക്ക് ഒരു പ്രത്യേകത, അതിൻ്റെ കണ്ണിൻ്റെ മുകളിൽ നിന്ന് കൊമ്പ് പോലെ ഒന്ന് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് മഴ പെയ്താൽ ചെടിയൊക്കെ ഇലയുടെ അറ്റത്ത് വെള്ളത്തുള്ളി നിൽക്കുന്ന പോലെ ഒരു തുള്ളി നിൽക്കുന്ന കണ്ടു. ഈ ചിത്രശലഭം പറന്നുപോയി പിന്നെ ചെടികളുടെയും പൂക്കളുടെയും സസ്യങ്ങളുടെ ഇലയുടെയൊക്കെ അറ്റത്തിരിക്കുമ്പോൾ ഈ വെള്ളത്തുള്ളിയിൽ നിന്ന് രോഗാണുക്കൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പകരുന്നൊരു കാഴ്ച കാണുവാനിടയായി. അതിനിമിത്തം മനുഷ്യർ നടന്നു പോകുമ്പോൾ ഈ ചെടികളെ സ്പർശിക്കുന്നവരുടെ ശരീരത്തിലേക്ക് ഈ അണുക്കൾ പ്രവേശിച്ചിട്ട് അവ അലർജിയായി മാറുന്നു, പലവിധ രോഗങ്ങളായി മാറുന്നു. കണ്ടുപിടിക്കാൻ കഴിയുന്നതിന് മുൻപേ ആള് മരിച്ചു പോകുന്ന ഒരവസ്ഥ ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുവാനിടയായി. ഈ ബാധകളൊന്നും ഹല്ലേലൂയ നമുക്ക് ദോഷം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ദൈവജനങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ദിവസം ദൈവാത്മാവ് കാണിച്ചത് ഇന്ത്യയുടെ മാപ്പ് കാണിച്ചു. അത് 3 പീസായിട്ട് ഇങ്ങനെ കീറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ദൈവാത്മാവ് കാണിച്ചത്. യുടെ ഉത്തരാഖണ്ഡിനോട് ചേർന്നുള്ള ഭാഗം മുതൽ താഴോട്ട്, സ്തോത്രം, ആന്ധ്രയുടെ താഴെ വരെ വന്ന് കടൽ തീരം വരെ എത്തി. അങ്ങനെ ഒരു ഭാഗം. അവിടെ അപ്പുറത്തോട്ട് ഒറീസ, ബീഹാർ, ഛത്തീസ്ഗഡ്, ആ ഏരിയകളെല്ലാം നോർത്ത് ഈസ്റ്റ്, അത് മുഴുവനും. പിന്നെ അടുത്തത് യുടെ ഡൽഹി ഭാഗത്തോട് ചേർന്നുള്ള അവിടുന്ന് അത് താഴോട്ട് വന്ന് മഹാരാഷ്ട്രയുടെ അതിൽ കൂടെ വന്ന് കടൽ തീരം വരെ നിൽക്കുന്നു. നടുഭാഗം കാശ്മീർ മുതൽ അതിലെ കന്യാകുമാരി വരെ, അതിലെ കേരളം, തമിഴ്നാട്, കർണാടക, അങ്ങനെ 3 പീസായി പിളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചന് ദൈവാത്മാവ് കാണിച്ചു. അപ്പോൾ തന്നെ മധ്യപ്രദേശിൻ്റെ ഭാഗത്തു നിന്ന് ആമയുടെ രൂപത്തിലുള്ള ഒരു പക്ഷി, ആമ പോലെ ഇരിക്കും, പക്ഷെ പക്ഷി പോലെ പറന്നത് പോകുന്നു. അത് രാജസ്ഥാൻ്റെ ഭാഗത്തേക്ക് പറന്നു പോകുന്നൊരു കാഴ്ച കണ്ടു.
അതുപോലെ UPയുടെ മുകൾ ഭാഗത്ത് ബംഗാളിൻ്റെ സുലിഗുരി ഭാഗത്തേക്ക് പോകുന്ന ഇടങ്ങളിൽ വലിയ ഡാമുകളുണ്ട്. അവ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. വെസ്റ്റ് ബംഗാളിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കണ്ടു. സ്തോത്രം. ഇന്ത്യയുടെ മധ്യഭാഗത്ത് ആനകൾ വലിയ കൂട്ടം കൂടി എന്നിട്ട് മതമിളകി നിൽക്കുന്ന പോലെ നിന്ന് പരാക്രമങ്ങൾ കാണിക്കുന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. അതായത് ദേശാധിപതി ശക്തികൾ ഒന്നിച്ചു കൂടിയിട്ട് അവ ഇളകി വശായി നിൽക്കുന്നു. അപ്പോൾ അതുപോലെ അവരിളകി വശാകത്തക്കൊണ്ട് എന്തോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്തോത്രം. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. കാശ്മീർ താഴ്വരയിൽ നിന്ന് കാശ്മീരിൻ്റെ മുകൾ ഭാഗം മുതൽ താഴ്വരയിലേക്കും തുടർന്ന് ഹിമാലയത്തിൻ്റെ താഴ്വരയിലേക്കും ഡ്രോണുകൾ പറന്നിറങ്ങുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുവാനിടയായി. സ്തോത്രം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ വലിയ പക്ഷി പറന്നിറങ്ങുന്നത് പിന്നെയും കണ്ടു. തുടർന്ന് ബൈബിൾ തുറന്നു വച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണിച്ചു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആമോസിൻ്റെ പ്രവചനം 8:11 അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, എൻ്റെ വചനത്തിനായുള്ള ദാഹം ഞാൻ ജനത്തിന്മേൽ അയക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഭാഗം ഓർപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ലോകരാജ്യങ്ങൾ പലയിടങ്ങളിലും അത് തുടങ്ങിയിട്ടുണ്ട്. വചനത്തിന് വേണ്ടിയും യേശുവാണ് വരാൻ പോകുന്ന രാജാവെന്നും ഒക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുന്നതും പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ അതൊരു വലിയ ഉണർവായി വ്യാപരിക്കുന്നത് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. തെക്കേ അമേരിക്കയിൽ രാജ്യം തന്നെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന ഒരു കാഴ്ച, ഭൂഖണ്ഡം, രാജ്യമല്ല പല രാജ്യങ്ങളാണല്ലോ, ഭൂഖണ്ഡം തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുവാനിടയായി. സ്തോത്രം. ഇന്ത്യയിൽ കൽക്കട്ടയുടെ ഭാഗത്ത് ഒരു വലിയ പാലം തകർന്നു വീഴുന്നത് കാണുവാനിടയായി. സ്തോത്രം. ദൈവജനങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യക്തി കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്ന ഒരാലോചന ദൈവാത്മാവ് വെളിപ്പെടുത്തി. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ 25-ാം തീയതി മഹാരാഷ്ട്രയുടെ തീരം മുതൽ ഗോവ, കർണാടക, കേരള വരെയുള്ള ഭാഗത്ത് ഒരു 15 കിലോമീറ്ററോളം വീതിയിൽ ഒരു പ്രകാശം അടിക്കുന്നത് ഇങ്ങനെ കാണിച്ചു. ഇവിടെ ഈ പറഞ്ഞ സ്ഥലം മുകൾ മുതൽ. സ്തോത്രം. അതിനുശേഷം ഇത്രയും ഭാഗം ട്രാക്ടർ കൊണ്ട് ഉഴുതി മറിക്കുന്നത് പോലെ വലിയ ചലനങ്ങൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന് ദൈവാത്മാവിടെ വിടുവാനിടയായി. സ്തോത്രം. എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ വരുന്നുണ്ട്. ദൈവജനങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ 27-ാം തീയതി പ്രഭാതത്തിൽ ഹല്ലേലൂയ 10 തലയുള്ളൊരു പാമ്പ് പ്രത്യക്ഷപ്പെടുന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. അതിനുശേഷം ഒരു ആലോചനയും വെളിപ്പെടാതെ വണ്ണം ഒരു മൂടുപടം വിട്ട പോലെ വ്യാപരിക്കുന്ന കാണുവാനിടയായി. സ്തോത്രം. ദൈവജനങ്ങൾ ഈ നാളുകളിൽ നമുക്കറിയാം, ലോകം മുഴുവൻ ശ്രദ്ധിച്ചാൽ വലിയ അനർത്ഥങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവജനങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായി വലിയ അസ്ഥിരതയുണ്ട്. അപ്പോൾ തന്നെ ലോകപരമായി ലോകരാജ്യങ്ങളെ തന്നെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ നടക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സ്തോത്രം. ഈ 1-ാം തീയതി രാവിലെ ദൈവാത്മാവ് കാണിച്ച മനോഹരമായ പൂക്കളുമായി നിൽക്കുന്ന ചെടി,
നല്ല മനോഹരമായ വയലറ്റും വൈറ്റും ഒക്കെ കൂടെ മിക്സായിട്ട് നിൽക്കുന്ന ഒരു ചെടി. ആ ചെടിയെ സ്തോത്രം ആന വന്ന് പറിച്ചെടുക്കുവാൻ അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് അതിനെ ചുറ്റിപ്പിടിക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. അതായത് ആത്മീയ ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന ഭക്തന്മാരെ അങ്ങനെ അവരെ പറിച്ചു കളയാൻ അല്ലെങ്കിൽ അതിൽ തള്ളിയിടുവാൻ പൈശാചിക ശക്തികൾ മുഴുബലത്തോടെ പോരാടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവജനങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ അവരുടെ സമയം തീരുന്നതിന് മുൻപേ ദുഷ്ടൻ തള്ളിയിടരുത്. 2, അവർ വീണു പോകുവാൻ അനുവദിക്കരുത്. ദൈവജനങ്ങളും അങ്ങനെയുള്ളവരും ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് ദൈവാത്മാവ് ഇടപെടുന്ന വചനം തന്നെ പറയുന്നല്ലോ. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുവാൻ പിശാച് മുഴുവലത്തോടെ പോരാടും. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഇന്ന് വെളുപ്പിനെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്ന പുള്ളിപ്പുലിയെ കാണുവാനിടയായി. സ്തോത്രം. അതിൻ്റെ മുതുകത്ത് ചിറകുകളുണ്ട്. ആ പുള്ളിപ്പുലിയെ കാണുവാനിടയായി. അതിനുശേഷം ശക്തമായ വിവരിക്കാൻ അത് പറ്റത്തില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയത് കണ്ട്. ഒരു മിന്നൽ വന്നു. ആ മിന്നൽ നമ്മൾ സാധാരണ വലിയ ഇടിവെട്ടും വരുന്ന മിന്നലല്ല, അതിനേക്കാളൊക്കെ ഭയങ്കരമായ നിലയിൽ മിന്നൽ വന്നു. ആ മിന്നലിനോട് കൂടെ അതിഭയങ്കരമായൊരു പൊട്ടിത്തെറി. അതുകൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുവാനിടയായി. സ്തോത്രത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിൽ ആലിലായിരുന്നു ആ പൊട്ടിത്തെറി, അതിൻ്റെ ശബ്ദവും. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ എത്തി നിൽക്കുന്ന കാലം നമുക്കറിയാം അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്തിൽ സ്തോത്രം കർത്താവിനെ സ്നേഹിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർ വെളിപ്പാട് ദിവസത്തിൽ പറയുന്നു, ഹാലയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. സ്തോത്രം. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, നീതി ചെയ്യട്ടെ. അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നാം വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയും നമ്മെ തള്ളിയിടാൻ പ്രത്യേകാൽ പലവിധമായ പ്രശ്നങ്ങളിൽ കൂടെ പ്രതികൂലങ്ങളിൽ കൂടെ ദൈവജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, തമ്മിൽ കലഹിച്ചും പിന്നെ ശാരീരികമായ അസ്വസ്ഥതകളിട്ട് സുഖമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത തലത്തിലുള്ള പോരാട്ടങ്ങൾ, ഭൗതികമായുള്ള ഞെരുക്കം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഇട്ട് ദൈവജനത്തിന് സ്വസ്ഥത തരാതെ പൈശാചിക മണ്ഡലം പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വീണു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പ്രത്യേകാൽ നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ ആർത്തിയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിനായി നാം ഉണർന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കുറയരുത്, വചനം വായിക്കുന്ന കുറയരുത്. സ്തോത്രം. എന്താ ചുറ്റുപാട് എന്ത് പറയുന്നു എന്നുള്ളതല്ല. സ്തോത്രം. നാം ഇത് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആലോചനകൾ നിങ്ങൾ കൈമാറുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.